എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ കേൾക്കുന്നത് ഇന്ത്യ വളരെ വൈകാതെ തന്നെ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുമെന്നുള്ള വാർത്തയാണ്. എത്ര കണ്ടത് വാസ്തവമാണെന്നറിയില്ല. എങ്കിൽ തന്നെയും നാം അതിനെക്കുറിച്ചൊന്ന് ഓർക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇനി മറ്റൊന്നുള്ളത്, എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ വന്നത് ഗുജറാത്ത് സ്റ്റേറ്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗുജറാത്ത് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം. ഇന്നും 75 വയസ്സ് പ്രായമുള്ളവർ ഈ ഉന്തുവണ്ടിയും തള്ളി ഭാരമേറി പണികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ്സാണ്. അവിടെ അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നമ്മളൊന്ന് പോയി കാണേണ്ടതാണ്. കഷ്ടിച്ച് ബുദ്ധിമുട്ടിയാണ് അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഈ ഭാരമേറിയ ഉന്തുവണ്ടികൾ തള്ളിക്കൊണ്ടു പോകുന്നത്. അവിടെ നിന്നാണ് ഈ മോദിയും ഈ അംബാനിയും അദാനിയൊക്കെ വരുന്നത്. അവരുടെ പിൻബലത്തിലാണ് അവിടെ ഈ അമിത്ഷായും മോദിജിയും പലതും കാട്ടിയതും. പ്രധാനമായി ആ കോപ്പറേറ്റീവ്സിന് വേണ്ടി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദിജി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു രത്ന വ്യാപാരി കൊടുത്ത സ്വർണ്ണ നൂല് വച്ച കോട്ടിട്ട് സംഭവം നമ്മൾ കണ്ടതാണ്. പോട്ടെ, ഇനി ഞാൻ ഒന്ന് കേൾക്കുന്നത്, ഇപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ ലഭ്യത വളരെ വൈകാതെ തന്നെ കുറയുമെന്ന് പറയുന്നു. 2 മാസത്തേക്കെങ്ങാണ്ട് റിസർവേഷൻ ഉണ്ടെന്ന് പറയുന്നു. എത്ര കണ്ട് സത്യമാണെന്നും അറിയില്ല. അതിലുപരി കുക്കിംഗ് ഗ്യാസ് ഏതാണ്ട് കിട്ടാത്ത നിലയിലായി. അതിലൂടെ പല സ്ഥാപനങ്ങളും അടഞ്ഞു കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ ഈ തട്ടുകട പോലുള്ള സംവിധാനങ്ങൾ ഏതാണ്ട് പകുതിയും അടഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ തന്നെയും ഈ ചില പ്രവർത്തിക്കുന്ന ടീ ഷോപ്പുകൾ ഈ കുക്കിംഗ് ഗ്യാസ് ലഭ്യതയില്ലാത്ത കാരണം അവർ ചായയ്ക്കും കോഫിക്കും ഒക്കെ ഏതാണ്ട് റേറ്റും കൂട്ടിക്കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വളരെ ദീർഘവീക്ഷണമുള്ള വിഷു ഗുരു എന്നും പറഞ്ഞ് BJPക്കാർ പൊക്കിക്കൊണ്ട് നടത്തുന്ന ഇദ്ദേഹം ഖജനാവും മുടക്കി കോടികൾ മുടക്കി രാജ്യമെമ്പാടും ചുറ്റിക്കറങ്ങി വിശ്വഗുരു എന്നുള്ള പേരും സമ്പാദിച്ചു. അതാരാ? രാജ്യാന്തരങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള BJPക്കാർ കൊടുത്തൊരു ടൈറ്റിലാണ് വിശ്വഗുരു. ഒരു ഗുണവുമില്ല. ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻ ആഗോള നിലവാരം വെച്ച് നോക്കി ഇപ്പോൾ ബിഗ് സീറോയാണ്. കാരണമുണ്ട്. ഈ ഇടയ്ക്ക് തുടങ്ങിയ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ വാറ് വളരെ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനൊരു സമാധാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ വിശ്വഗുരു എവിടെയോ ഏത് ഭാഗത്താണെന്ന് ഇപ്പോൾ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. UAEയിൽ പോയി എന്തോ ഒരു സൈനിക സംവിധാനത്തിൻ്റെ ഉടമ്പടി ചെയ്തു. ഈ സൈനിക സംവിധാനത്തിൻ്റെ ഉടമ്പടി ചെയ്ത് നല്ലതായിരിക്കാം, ഓക്കെ, നല്ലതാകട്ടെ. എന്നാൽ ഞാൻ ഇവരോടൊന്ന് ചോദിക്കുകയാണ്, ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യമാണ്, ഒരു അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. പല രാജ്യങ്ങളിലും വിഷതണ്ടിയാണ് അവർ ഭരണം നടത്തുന്നത്. തീവ്രവാദികളാണ് അവിടെ ഭരിക്കുന്നത്. യാതൊരു ലക്ഷ്യബോധമില്ലാതെ തീവ്രവാദം നടത്തി അങ്ങനെ മനുഷ്യനെ പറ്റിച്ച് ഭരണം നടത്തുന്ന ആ രാജ്യത്തിന് ലോകരാജ്യങ്ങളിൽ ഒരു വിലയുമില്ല. അവരെ ഒരു തീവ്രവാദ രാജ്യമായി തന്നെ കാണുന്നുണ്ടെങ്കിലും ഇന്ന് അവരുടെ മുമ്പിൽ ഇന്ത്യ ഒന്നുമല്ലാതായിപ്പോയി. എങ്ങനെ? സൈനിക ശക്തിയിലല്ല, അതൊക്കെ ഇന്ത്യക്കൊക്കെ. ആകെ സംഭവിച്ചത് നമുക്കറിയാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സന്ധി സംഭാഷണത്തിന് നേതൃത്വം
നൽകിയതിന് അവർ വിളിച്ചതാരെ? പാകിസ്ഥാനെ. എവിടെ പോയി ഇന്ത്യ? ഈ വിശ്വഗുരു എവിടെ പോയി? എന്തുകൊണ്ട് അവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിച്ചില്ല? എന്തെങ്കിലും തക്കതായ കാരണം കാണും. ആ കാരണം നമ്മളും അറിയേണ്ടതാണ്. ഫലമെന്തായി? ഏതാണ്ട് അധികം ആൾക്കാർ ജോലി ചെയ്യുന്ന UAE-യിൽ അവിടുത്തെ ഇന്ത്യൻസ് ഭയത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. അവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെട്ടു. പകുതി ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ജോലിയിൽ നിന്ന് സമയം വെട്ടിക്കുറച്ച് ആ ഒരു ലെവലിലോട്ട് മാറിക്കഴിഞ്ഞു. ഇതൊക്കെ നാം മുൻകൂട്ടി കാണണം. യുദ്ധം തുടങ്ങും. ഒരു രാജ്യത്ത് അസ്ഥിരത എപ്പോൾ ഉണ്ടാകുമെന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. അത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ട മാർഗദർശനങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരു സെറ്റിങ്സും ചെയ്യേണ്ടതാണ് ഭരണാധിപന്മാർ ചെയ്യേണ്ടത്. അതിനു പകരം ഇവിടെ മോദിജിയും അമിത്ഷായൊക്കെ ചെയ്യുന്ന എന്താണ്? ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അതിനെ പിളർത്തി അവിടെയുള്ള MLA-മാരെയും MP-മാരെയും കോടികൾ വാഗ്ദാനം ചെയ്ത് അവരെ BJP പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക. അതിനുള്ള കോടികൾ കൊടുക്കുന്നത് അദാനിയും അംബാനിയും. അവർ കൊടുക്കും. കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അവർ പറയുന്നത് മോദി ചെയ്തേ പറ്റൂ. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, എന്നാൽ ഇവർ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരു രാത്രി കൊണ്ട് ഒരു നോട്ട് നിരോധനം കൊണ്ടുവന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൂഷ്യഫലം മാറിയില്ല. മോദി അമിത്ഷായും ചെയ്യുന്നത് എന്താണ്? വളരെ ബ്ലണ്ടറാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, യാതൊരു സുരക്ഷിതവുമില്ലാത്ത 41 ജവാന്മാരെ കൊലയ്ക്ക് കൊടുത്ത് ഈ മോദിയും അമിത്ഷായും അവസാനം ചെയ്തത് എയർഫോഴ്സിനോട് പറഞ്ഞപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ. അവർ പോയി നല്ല രീതിയിൽ അവരുടെ ഓപ്പറേഷൻ സക്സസ് ആക്കി. അതിന് വലിയൊരു പൊൻതൂവൽ പോലെ കൊണ്ടു കിടക്കുകയാണ് മോദിജി. അത് കഴിഞ്ഞിട്ട് സുരക്ഷിതമില്ലാത്ത സ്ഥലത്ത് പാവം പിടിച്ച ഇന്ത്യൻസിനെ അങ്ങോട്ടേക്ക് അയച്ചു. അവരെ തീവ്രവാദികളുടെ തോക്കിന് ഇരയാക്കി. എന്നിട്ട് അവസാനം അതിന് സിന്ദൂർ ഓപ്പറേഷൻ എന്നുള്ളൊരു ഓമനപ്പേരും കൊടുത്ത് അവിടെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അവിടുന്ന് പാകിസ്ഥാൻ്റെ എയർപോർട്ടൊക്കെ തല്ലി പൊളിച്ചു. ബട്ട് ഇറ്റ്സ് വാട്ട്, നമുക്ക് എന്താ നേട്ടം കിട്ടിയത് കൊണ്ട്? ഒരു നേട്ടമില്ല. കുറച്ചെന്നല്ല, ഒരുപാട് നഷ്ടങ്ങൾ പാകിസ്ഥാന് വരുത്തി വയ്ക്കാൻ സാധിച്ചെങ്കിൽ പാകിസ്ഥാൻ ഇന്നും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു മീഡിയേറ്ററായി മാറിക്കഴിഞ്ഞു. ഇന്ത്യക്ക് അത് സാധിച്ചില്ല. എന്താണ് അതിപ്പോഴും അത് മനസ്സിലാകുന്നില്ല. ഇതാണോ ഇന്ത്യ? ഇങ്ങനെ ആയിരിക്കണമായിരുന്നു? അല്ല. നമ്മുടെ സ്ഥാനം എന്തായിരുന്നു? കാരണം ഈ നമ്മുടെ സ്ഥാനം വിശ്വഗുരു എന്നുള്ള ഈ സ്ഥാനം എല്ലാം കൊടുക്കുന്നത് BJP പാർട്ടിക്കാരാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള BJPക്കാരോടും ഒന്ന് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഇവരെ ഒന്ന് ബോധവൽക്കരിക്കുക. ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെ ധനികർക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റേറ്റാണ്. അതിനു വേണ്ടി അവിടെ കുറേ പട്ടിണി പാവങ്ങൾ ഉണ്ടാക്കുന്നു. 75 വയസ്സുള്ള ഉന്തുവണ്ടി കൊണ്ട് തള്ളി നടക്കുന്ന അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇവർക്ക് ആവശ്യം കുറേ ഭഗവാന്മാരുടെ പേരും പറഞ്ഞ് പാർട്ടി ശക്തിപ്പെടുത്തുക. വടക്കേ ഇന്ത്യയിൽ കഴിവതും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയ അവിടെ നിർധനരായി തന്നെ വീണ്ടും ഉണ്ടാക്കുക. അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതൊന്നുമില്ല. ഏതോ ഒരു ചില ആൾക്കാരും വല്ല ഠാക്കൂർമാർ അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ളവർ IAS IPS എടുക്കുന്നു. അവർ നല്ല സ്ഥാനം വഹിക്കുന്നു. ഇവർക്കാകെ ചെയ്യാമെന്നുള്ളത് മതത്തിൻ്റെ പേരും പല ഭഗവന്മാരുടെ പേരും പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ഭരണം നിലനിർത്തുക. കോർപ്പറേഷന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വിശ്വഗുരു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ വലിയ ടൂറൊന്നും നടത്താറില്ല. കാരണം ഇദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. ഇതിനാകെ ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ തന്നെയാണ്. മോശമായ ഒരു സിറ്റുവേഷൻ പലരും ഉണ്ടാക്കി വയ്ക്കുക. സുരക്ഷിതത്വം വേണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്തു, നല്ലത് തന്നെയാണ്. വന്ദേ ഭാരത് വരുത്തി, ബുള്ളറ്റ് ട്രെയിൻ വരുത്താൻ പോകണു. പിന്നെ ഹൈവേയിൽ ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലത് തന്നെ. പക്ഷേ ഇവർ പറഞ്ഞു നടക്കുന്നത് ഇതിനുള്ളൊരു അടിസ്ഥാന സൗകര്യം ഇട്ടത് മുൻ നാളുകളിൽ ഭരിച്ച ഗവൺമെൻറ്റാണെന്നുള്ളത് ഇവർ മറന്നു പോകണം. എല്ലാം ഇവരുടേതാണെന്ന് വരുത്തി തീർക്കുന്നത്. പണ്ട് കേരളത്തിൽ പിണറായി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് ഇതെല്ലാം അതായത് പിണറായി വരുത്തിയാണെന്ന്, പിണറായിയുടേതാണെന്നുള്ള ഒരു PR ടീമിൻ്റെ പ്രദർശനം
അതുപോലെ തന്നെയാണ് ഈ മോദി കാണിക്കുന്നതും. ഇതൊക്കെല്ലാം പണ്ട് പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിൽ കൂടി ഡെവലപ്പ് ചെയ്തുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നുള്ള യങ് ജനറേഷൻ ബുദ്ധിശാലികളാണ്. നമുക്കറിയാം APJ കലാം അങ്ങനെ വലിയ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അങ്ങേരുടേതാണ് ഈ മിഷൻ. ഇതെല്ലാം അങ്ങരുടെ വലുതായ നേട്ടമുണ്ട്. ഈ നമ്മുടെ ഈ ISRO രൂപീകരിച്ച ചെയർമാൻ മുൻ അദ്ദേഹത്തിൻ്റെ പേര് ഭാമായൻ, ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല. അവരുടെയൊക്കെ ശ്രമദാനമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഡെവലപ്മെൻറ്റ്സ്. കാര്യം ഈ ഫൗണ്ടേഷൻ ഇട്ടത് മോദിയല്ല, BJP അല്ല. ഫൗണ്ടേഷൻ ഇട്ടത് മുൻകാലങ്ങൾ ഭരിച്ച കോൺഗ്രസ് അവരാണ്. ഈ കോൺഗ്രസിനും തെറ്റിത്തിരിഞ്ഞ് വന്ന് അവിടുത്തെ പോളിസികൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. RSS മുമ്പേ ഉണ്ട്, അതിപ്പോഴും തുടങ്ങിയല്ല. പക്ഷെ BJP ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് മോദിയുടെയും അമിത്ഷായുടെയും കാലത്താണ്. കാരണം ഇവർ പക്ക കച്ചവടക്കാരാണ്. കാരണം ഇവർ വന്ന കച്ചവടക്കാരുടെ നാട്ടിൽ നിന്നാണ്. ഗുജറാത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ്സിനും നമുക്ക് പോയാൽ കാണും. ഓരോ ഗ്രാമങ്ങളിൽ പോയാൽ അവിടുത്തെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവരിപ്പോൾ രണ്ടുപേരും ഡൽഹിയിൽ വന്ന് എൻ്റെ ആധിപത്യം സ്വീകരിക്കുന്നു. ഇവർക്ക് തൻ്റെ ഇടങ്ങളിൽ ഒന്നുമില്ല. ആകെ ഉള്ളത് ഒരു സർജിക്കൽ സ്ട്രൈക്കും സിന്ദൂർ ഓപ്പറേഷൻ്റെ പേരും പറഞ്ഞ് മനുഷ്യനെ വിഡ്ഢികളാക്കുന്നു. നാം എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ ഡിഫൻസ് സൈഡാണ്, ഫൈറ്റിംഗ് അല്ല. മോർ ദാൻ ദ ഫൈറ്റിംഗ് നമുക്ക് വേണ്ടത് പ്രോപ്പർ ഡിഫൻസാണ്. ആ ഡിഫൻസ് സൈഡിൽ ടോട്ടൽ സീറോ ആയിപ്പോയി. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് പഹൽഗാമിൽ ഈ തീവ്രവാദികളെന്ന് അടിപൊളിയായിട്ട് വളരെ ഈസിയായി വന്ന് അവരെ കണ്ണിൽ കാണുന്നവനെല്ലാം വെടിവെച്ച് കൊന്നു, അവരങ്ങ് പോയി. അതിൻ്റെ പിന്നാലെ ഇവർ ഒരു എയർപോർട്ടിൽ ഇപ്പോൾ കുറേ ബാമ്പാട്ടും ബോളൊക്കെ കാട്ടിക്കൂട്ടി. അതിൻ്റെ ഏതൊക്കെ ഉണ്ടെന്ന് ഇതുവരെയും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ഇന്ന് പാർലമെൻറ്റിൽ അവർ ചോദിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് ഡിഫൻസായി. പക്ഷെ ഇത് കാണിക്കുന്ന എല്ലാം ശരിയാണെന്ന് ധരിക്കുന്നത് വളരെ പോഴത്തരമാണ്. അതുകൊണ്ട് അമിത്ഷായും മോദിജിയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നാടിനെ നല്ലതായി കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഈ പിണറായി പോലുള്ളവരെ വെച്ച് കോൺഗ്രസ് മുക്ത കേരളം പോലെ ആക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് മുക്ത ഇന്ത്യ ആക്കണമെന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കാര്യം ഇവിടെ ഉള്ള എല്ലാവരും ഫൂൾസ് അല്ല. നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ അവരെയൊക്കെ നിങ്ങൾക്ക് ഫൂളാക്കാം, പക്ഷേ തെക്കേ ഇന്ത്യയിൽ വന്ന അത്ര കൊണ്ട് പറ്റില്ല. അതിന് നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണമുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി തന്നെ കേജ്രിവാളിന് ഒരു റൂള്, പിണറായിക്ക് മറ്റൊരു റൂള്. എന്തുകൊണ്ട് പിണറായി 100 തവണ ജയിലിൽ പോകേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിണറായി ആക്കില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ കോൺഗ്രസിനെ ഒതുക്കാൻ പിണറായിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് മോദിജി आप जो ऐसे काम गलत नहीं करने का है, एक क्या बताए वो सर्जिकल स्ट्राइक से ഇന്ത്യ को इतना ऊंच में नहीं लाने का. ഇതിനേക്കാളും വലിയ സ്ട്രൈക്ക് നടത്തിയ ഇവിടെ ആൾക്കാരുണ്ട്, പ്രഗത്ഭരായുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ദിരാഗാന്ധി അമേരിക്കയെ വെല്ലുവിളിച്ചു. ബംഗ്ലാദേശുമായിട്ടുള്ള ഡിസ്പ്യൂട്ടിൽ അമേരിക്കയിലെ നേവി ഒന്ന് ഇവിടെ എല്ലാം അങ്ങോട്ട് ഒലത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അമിതാഭ് പറഞ്ഞത്? ഗോ ടു ദ ഹെൽ, വാട്ട് യു വാണ്ട് യു ഡു, വാട്ട് വി ക്യാൻ ഡു വി വിൽ ഡു. അങ്ങനെ തൻ്റെ ഇടമായി പ്രതികരിച്ച ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തൊന്നും മോദിയും അമിത്ഷായും ഒന്നുമില്ല. നിങ്ങൾക്ക് പാവം പിടിച്ച പട്ടിണി പാവങ്ങളെ തല്ലിക്കൊല്ലാനും ഈ നിങ്ങളുടെ പാർട്ടിക്ക് ആളെ ചേർക്കാനും അവർക്ക് ഇഷ്ടമുള്ള കോടികൾ കൊടുക്കാനും അല്ലെങ്കിൽ അവനെ നിങ്ങളുടെ ഏജൻസി ഉപയോഗിച്ച് തിഹാർ ജയിലിൽ തള്ളാനും മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ എന്താ ജോലി? ഇപ്പോൾ സ്റ്റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, പാർട്ടി വ്യൂഢപ്പെടുത്താനും ഭരണമടിക്കാനും. ഞാൻ എന്താ പറയുക, ഈ മമതാ ബാനർജിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ മമതാ ബാനർജി മോശമൊന്നും പറയുന്നില്ല, നല്ലതെന്നും പറയുന്നില്ല. അവർക്ക് അവരുടേതായ ഗുണങ്ങളും ഗുണദോഷങ്ങളും ഉണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാധിച്ചാൽ ഭരണം നിർത്താൻ ശ്രമിക്കുക. ഏജൻസികളെ വെച്ച് മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക. പാർട്ടിയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി രാജ്യത്തെ നിങ്ങൾ ഒറ്റുകൊടുക്കരുത്. ഇപ്പം തന്നെ പാചകവാതകം കിട്ടാനില്ലാത്ത സ്റ്റേജിലോട്ട് മാറി. എന്നിട്ട് നിങ്ങൾ പറയാണ് വർക്ക് അറ്റ് ഹോം, വീട്ടിൽ നിന്ന് വർക്ക്. എങ്ങനെയാണ് കൂലിപ്പണിക്കാരൻ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പണി ചെയ്യുന്നത്? പറ്റില്ല.
പണിക്കാരന് പുറത്തുപോയേ പണി ചെയ്യാൻ പറ്റൂ. അതുപോലെ ഗുജറാത്തിനെ പോലെ മറ്റുള്ള സ്റ്റേറ്റ് നിങ്ങൾ കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇന്ത്യയെ ഒരു കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കണം. എല്ലാവരും ഒരേ രീതിയിൽ കാണണം. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എത്ര സംസ്കാരമുണ്ട്, എന്തെല്ലാം സംസ്കാരം, എത്ര ഭാഷകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം അതിനെപ്പറ്റി പഠിക്കുക. ആ കൾച്ചർ പഠിക്കുക. നോർത്ത് ഇന്ത്യൻ കൾച്ചറല്ല സൗത്ത് ഇന്ത്യൻ കൾച്ചർ. സൗത്ത് ഇന്ത്യൻ കൾച്ചറിലെ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഇന്ത്യ ഉള്ള കൾച്ചർ, പല വിഭിന്നമായ കൾച്ചർ. അവിടെ കയറി നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള റൂളും റെഗുലേഷനൊക്കെ വരുത്തി രാജ്യത്തിൻ്റെ വാട്ടിക്കല് സമാധാനത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഭരണമെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ധരിക്കരുത്. ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വിചാരിച്ച് ഇന്ത്യ ഏതാണ്ട് ഈ ലെവലിലൊക്കെ ആക്കി, കുറേ വന്ദേ ഭാരത് ട്രെയിനും കുറേ ഹൈവേയും കൊണ്ട് മാത്രം നമ്മളിവിടെ ഇതാകുന്നില്ല. അത് ആവശ്യമുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ ആവശ്യമുള്ളതാണ്. റോഡുകൾ ആവശ്യമുള്ളതാണ്. ഗതാഗതം ആവശ്യമുള്ളതാണ്. ഒക്കെ വേണം. പക്ഷേ തങ്ങളുടെ സ്വന്തം പാർട്ടിയാണ് ഏറ്റവും സൂപ്പർ പാർട്ടി, മറ്റതെല്ലാം മോശമായ പാർട്ടി എന്ന തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി വയ്ക്കുക. और दूसरी बात है, मोदी जी, अमित शाह जी, गुजरात जैसे दूसरा स्टेट को मत देखो. सीधा साधा वो जो आपको जो वो इंडिया को रूलिंग करना है, थोड़ा सीधा रूलिंग करने का कोशिश करना. ऐसे टेढ़ा मोड़ा काम नहीं करने का. सीधा एकदम सच्चाई से जो करना है वो सच्चाई से करो. जो सच्चाई नहीं है, अगर जो बुराई है तो आपका मिलेगा वही, लेकिन जल्दी नहीं हुआ, थोड़ा देरी में वो आपको मिलेगा. तो जो भी मिस्टेक्स आपसे हुआ है उसको थोड़ा सोच लो, उसको करेक्ट करो. നിങ്ങൾക്കുണ്ടായ തെറ്റുകൾ നിങ്ങൾ തിരുത്തണം, മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റാൻഡിങ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങടേക്ക് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു മോശമായ സാഹചര്യത്തിൽ നിങ്ങൾ എത്തപ്പെടും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.